രാവിലെ തന്നെ നമ്മളെ നാട്ടിലത്തെ ഒരു സ്റ്റുഡിയോ നമുക്ക് കോൾ വന്നീന്. സ്റ്റുഡിയോത്തെ മെയിൻ ആയിട്ടുള്ള എഡിറ്റിങ്ങും കാര്യങ്ങളും ചെയ്യണം മെയിൻ PC ആണ്, കംപ്ലൈന്റും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് കോൾ വന്നീന്. അങ്ങനെ നമ്മളെ ടീമിനും കൂട്ടിക്കാണ്ട് നേരെ സ്റ്റുഡിയോക്ക് വിട്ടു. കസ്റ്റമർ നമ്മളോട് കംപ്ലൈന്റ് കാര്യങ്ങൾ പറഞ്ഞത് ഓൺ ആക്കിയതിന്റെ ശേഷം 1 മണിക്കൂറോ അല്ലെങ്കിൽ അരമണിക്കൂറോ ഒറ്റ ഓൺ ആയി കിട്ടാൻ തന്നെ. ക്യാബിനറ്റിന്റെ ഉള്ളിൽ നിന്ന് മദർ ബോർഡും SMPS കാര്യങ്ങളൊക്കെ ഫുൾ ആയിട്ട് നമ്മൾ പുറത്തേക്ക് വെച്ചിട്ട് ഫുൾ ആയിട്ട് ക്ലീനും കാര്യങ്ങളൊക്കെ ചെയ്ത് കണ്ട് ഓൺ ആക്കുമ്പോ ഓൺ ആവണിയ. അപ്പൊ അങ്ങനെ നമ്മള് SMPS ആണെങ്കിൽ ഷോർട്ട് ചെയ്ത് നോക്കി, അങ്ങനെ SMPS ആണെങ്കിൽ വർക്ക് ആവണില്ല. അപ്പൊ ഏകദേശം നമുക്ക് ഉറപ്പായി SMPS പോയതാണെന്ന് ഉറപ്പ് വരുത്താനായിട്ട് നമ്മളെ കൂട്ടേന്റെ കടിക്ക് കൊണ്ടുപോകാൻ പോകണേ ചെക്ക് ചെയ്യാൻ. അങ്ങനെ ചെങ്ങായിന്റെ കടിയിൽ കൊണ്ടുപോയി കണ്ട് ചെക്ക് ചെയ്തപ്പോ SMPSന്റെ പ്രോബ്ലം ആണെന്ന് ഉറപ്പായി. അപ്പൊ ഇതിന്റെ ഉള്ളിലുള്ള SMPSന് ഏകദേശം 3 വർഷം 2 വർഷമായിട്ട് വാറന്റി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് തിരിച്ചയച്ചു കൊടുക്കണം നമ്മൾ ക്ലെയിം ചെയ്യാനായിട്ട്. അപ്പൊ തൽക്കാലം ഉപയോഗിക്കാനായിട്ട് നമ്മൾ ഒരു SMPS പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ ഫിറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പോകണേ നമ്മളെ ടീമിനും കൂട്ടിക്കാണ്ട്. അങ്ങനെ നമ്മൾ സ്ഥലത്താണെങ്കിലോ ഇവിടെ SMPS വെച്ചുകൊണ്ട് റീഫിറ്റ് ചെയ്യണ്ടേ PC. അങ്ങനെ SMPSും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് സെറ്റ് ആക്കിയാണ്ട് ഇവിടെ ക്യാബിനറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഫ്രണ്ട് ഓഫീസ് കൊണ്ടുപോയിക്കാണ്ട് ഫിറ്റ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഫ്രണ്ട് ഓഫീസിലത്തെ പ്രിന്ററും മോണിറ്ററും കാര്യങ്ങളൊക്കെ ഫുൾ ആയിട്ട് കണക്ട് ചെയ്തുകൊണ്ട് സെറ്റ് ആക്കിയാണ്ട് നമ്മൾ ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ നിങ്ങളെ സിസ്റ്റത്തിനോ ലാപ്ടോപ്പിനോ എന്ത് പ്രശ്നം ആയിക്കോട്ടെ നമ്മളെ DM മെസ്സേജ് ചെയ്യുക, അല്ലെങ്കിൽ കൂടുതൽ വിവരങ്ങൾക്കായി ഈ വാട്സ്ആപ്പ് നമ്പറിൽ ജസ്റ്റ് ഹായ് അയച്ചാലും മതി. അപ്പൊ നമ്മളെ ടീം പെട്ടെന്ന് തന്നെ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതാണ്. ഇത്രയുള്ള വീഡിയോ ഫോളോ ചെയ്ത അടുത്ത വീഡിയോ കാണാം. അപ്പൊ ഓക്കെ ബൈ.